അതേ അഹങ്കാരവും അതേ ശാഠ്യവും. നീ അല്പം പോലും മാറിയിട്ടില്ലല്ലോ. എപ്പോൾ എങ്ങനെ ആരുടെ നേർക്കാണ് നിന്റെ ക്രോധം കാണിക്കേണ്ടതെന്ന് നീ അല്പം പോലും പഠിച്ചിട്ടില്ലല്ലോ. അരുന്ധതി, പറയുന്നത് അനുസരിക്കൂ. അവളെ വിടൂ അനുജ, വിടൂ അവളെ. മഹാരാജൻ, കുമാരൻ എന്താണ് ഈ ചെയ്യുന്നത്? അവിടുന്ന് എന്താണ് നോക്കി നിൽക്കുന്നത്? തടയൂ, തടയൂ മഹാരാജൻ. അദ്ദേഹത്തെ തടഞ്ഞാലും മഹാരാജൻ തടയൂ. കുമാര, നിർത്തൂ. കേൾക്കൂ, ആശ്ചര്യം തന്നെ. ഇത് യുദ്ധഭൂമിയിൽ ഒരു രഹസ്യ നീക്കമാണ്. രാജകുമാരിക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം? നമ്മെ വിടൂ, നമ്മെ വിടൂ. നാം ഇവളെ വെറുതെ വിടില്ല. ആരെയാണ് നേരിടാൻ ശ്രമിച്ചതെന്ന് ഇവൾക്ക് അറിയില്ല. നമ്മെ വിടാനല്ലേ പറഞ്ഞത്? എത്ര തവണയായി നാം പറയുന്നു നമ്മെ വിടൂ. കുമാരനെയും കൂട്ടി സഭയിലേക്ക് വരൂ. അവനോട് നമുക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മെ വിടൂ, നമ്മെ വിടൂ. കൂട്ടിക്കൊണ്ടുവരൂ, വേഗം കൂട്ടിക്കൊണ്ടുവരൂ. വിടാൻ. പുത്രി, പുത്രി, നീ സുരക്ഷിതയല്ലേ പുത്രി? നമ്മെ നോക്കൂ പുത്രി. നീ സുരക്ഷിതയല്ലേ പുത്രി? സുരക്ഷിതയല്ലേ പിതാശ്രീ? നീ സുരക്ഷിതയല്ലേ? അതെ, നാം സുരക്ഷിതയാണ്. എവിടേക്കാണ് പോയത്? പറയൂ, നീ എവിടേക്കാണ് പോയത്?
നമ്മെ ഉപേക്ഷിച്ച് ഇത്രയും നാള് നീ എവിടെയായിരുന്നു? പറയൂ പറയൂ, ആ സാഹചര്യം എന്താണ്? ഒരു തവണ പോലും നീ നമ്മെ ഓർത്തിരുന്നോ? നിന്നിൽ നിന്ന് നാം ഇനിയും ഏറെ ക്ഷമയും ഏറെ സഹനശീലവും പ്രതീക്ഷിച്ചു പോവുകയാണ്. നീ രാജാവാകാൻ പോവുകയാണ്. ഒരു സ്ത്രീയുടെ നേർക്ക് ഇപ്രകാരം അക്രമം കാണിക്കുന്നത് നിനക്ക് ഒരിക്കലും ശോഭ നൽകില്ല. അക്കാര്യത്തെക്കുറിച്ച് നാം ഖേദിക്കുന്നു മഹാരാജൻ. നിൽക്ക്. മറ്റൊരു കാര്യം കൂടി നമുക്ക് നിന്നോട് പറയാനുണ്ട്. നമ്മുടെ ഖജനാവിൽ വളരെ വലിയൊരു തുകയുടെ കണക്ക് കൃത്യമാകുന്നില്ല. ഇക്കാര്യത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഖജനാവ്, നമ്മുടെ ഖജനാവിനെ കുറിച്ച് നമുക്കിപ്പോൾ എന്തു പറയാൻ സാധിക്കും മഹാരാജൻ? അതെ മഹാരാജൻ, കോശാധ്യക്ഷനോട് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. നിശ്ചയമായും ചോദിക്കുമായിരുന്നു. അഥവാ കുമാരൻ ഖജനാവിന്റെ സുരക്ഷ സ്വയം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ. രൂപവതി, ആരാണ്? ഓ, നീയാണോ? വരൂ.